എടുക്കേണ്ടി പൂക്കളത്തിൻ്റെ കാര്യങ്ങളും മറ്റു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊരു ഓർഡർ അയക്കാനുണ്ടായിരുന്നു. അതിൻ്റെ പാക്കിങ്ങിലേക്ക് കടന്നു. അപ്പം ഞാൻ കസ്റ്റമൈസ്ഡ് മെറ്റേണിറ്റി കിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിറ്റിൽ ട്രഷർ എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബും ഉണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ആൻഡ് അതിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ഓർഡറേ ഉള്ളൂ ഇന്ന്. ചെറിയൊരു ഓർഡറാണ്, തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ ചെറിയ ഓർഡേഴ്സ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. കൂടുതൽ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കവറുണ്ട്, കവറിലാണ് പാക്ക് ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് ഐറ്റംസ് ആയതുകൊണ്ട് ആദ്യം തന്നെ ഈ ഐറ്റംസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ക്ലിൻ റാപ്പ് ചെയ്യും. അപ്പോൾ സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു ക്ലിൻ റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിൻ റാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ നന്നായിട്ട് സെക്യൂർഡായിട്ട് ഇരിക്കും. അങ്ങനെ ക്ലിൻ റാപ്പ് ചെയ്തതിന് ശേഷം ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ റാപ്പ് ചെയ്യും. ബ്രൗൺ പേപ്പർ നമ്മൾ ബുക്കൊക്കെ പൊതിയാൻ യൂസ് ചെയ്യുന്ന പേപ്പറില്ലേ, അത് തന്നെയാണ് ഞാനും ചെറിയ ഓർഡേഴ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഓർഡറാട്ടോ. ആ കുട്ടി തന്നെ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ്സാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത്. അപ്പം നന്നായിട്ട് ക്ലിൻ റാപ്പ് ചെയ്തതിന് ശേഷം ബ്രൗൺ പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ മേലിൽ സ്റ്റിക്കറും അഡ്രസ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒരു ലെയർ കൂടെ ക്ലിൻ റാപ്പ് ചെയ്യും.
എന്നിട്ട് അതിനെ നന്നായിട്ട് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് സെക്യൂർ ചെയ്തിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. ഹലോ, വെൽക്കം ടു ഏതൻസ് പെൻ ഹൗസ്. വെൽക്കം. അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു നൊസ്റ്റു അടിച്ചു, കുറച്ച് നമ്മുടെ ചെറുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഏതിന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. അയ്യോ, ഏതം പോവല്ലേ, ഏതം വിടാക്കാം. കാണുമോ? അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ ഇങ്ങനത്തെ പ്രാവലയും കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ വെച്ചാണ് കളിച്ചിരുന്നേ. കാണിച്ചതാട്ടോ. നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു ടൂള് അതിന് നമുക്ക് നോക്കി ചിരട്ടയിലിട്ട് വെക്കാം. ചിരട്ടയിലും പാപ്പുണ്ടാക്കി കളിക്കരുന്ന അമ്മയൊക്കെ ചെറുപ്പത്തിൽ. ആദ്യം നമുക്ക് സ്പൂൺ ഉണ്ടാക്കാം. ഇലയെടുത്ത് ഇങ്ങനെ മടക്കി ഒരു ഈർക്കിലെടുത്ത് ഇങ്ങനെ കുത്തി സ്പൂൺ റെഡിയായി. എന്നിട്ട് ഇങ്ങനെ സ്പൂണായിക്കണ്ട, സ്പൂണിന്റെ ഷേപ്പായില്ലേ. പിന്നെ ഇവിടെ വലിയൊരു എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവേ. എന്നിട്ട് ഇങ്ങനത്തെ വലിയ ഇല വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കും. പാത്രങ്ങൾ ഉണ്ടാക്കണ എങ്ങനെയാണ്? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തും. അതുപോലെ ഇപ്പത്തും ഇങ്ങനെ വെച്ചിട്ട് തീർക്കില് തരും. ഇങ്ങനെ കുത്തി വയ്ക്കും. പിന്നെ കള്ളനും പോലീസും കളിക്കുവേ. അപ്പൊ കള്ളനും പോലീസും കളിക്കുമ്പോ പോലീസിന്റെ തൊപ്പി വേണ്ടേ? തൊപ്പി ഉണ്ടാക്കണത് എങ്ങനെയാണോ? പോലീസ് തൊപ്പി ഇങ്ങനെ ഇലകൾ ഇങ്ങനെ വെക്കും. എടുക്കില്ല. ഒടിച്ചു വെക്കും. ശക്തിയായോ ഈർക്കിലിന്? ഇതാണ് പണ്ട് അമ്മയൊക്കെ ചെറുതായിരുന്നപ്പോ കളിക്കുമായിരുന്നില്ലേ. അപ്പൊ ഇതാ പോലീസും കള്ളനും പോലീസും കളിക്കുമ്പോ ഇതാണ് പോലീസിന്റെ തൊപ്പി. അത് തൊപ്പിയുടെ സൂപ്പറാണോ ചോദിച്ചേ? അമ്മക്ക് തൊപ്പിയാ. ഒരിക്കലും തീർന്നു പോയല്ല. അമ്മക്ക് സംഭവിക്കട്ടെ. തീർന്നു പോയി. എടുക്കേണ്ടി വരും. എന്തൊക്കെ ഉണ്ടാക്കി നമ്മള്? പാത്രം ഉണ്ടാക്കി, സ്പൂൺ ഉണ്ടാക്കി, തൊപ്പി ഉണ്ടാക്കി. പഠിച്ചാ ഉണ്ടാക്കാൻ?